എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി ആദർശ് സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ്. എന്തായിരിക്കും ഇതിനിടയിൽ അവളും അവനും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെ, ഇന്നെനിക്ക് അവൻ്റെ റൂമിൽ നിന്നും കിട്ടിയ ആ മരുന്നിൻ്റെ ബില്ലൊക്കെ കൊണ്ടുപോയി ഒന്ന് അന്വേഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ ചെല്ലുന്നത് തൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ്. അതെ, എന്തായാലും എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞേ പറ്റും. എന്നിട്ട് കൂട്ടുകാരിയുടെ കയ്യിലേക്ക് ആ ബില്ലൊക്കെ കൊടുക്കുക. എടി, നീ ഇതൊന്ന് നോക്കിയേ, ഇത് നന്നായിട്ട് പരിശോധിച്ചിട്ട് ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നെ, ഈ മരുന്ന് കഴിക്കുന്നതൊക്കെ എന്തിനാണെന്ന്. അത് കേട്ടതും നമ്മുടെ ദേവയാനിയുടെ കൂട്ടുകാരി ഇങ്ങനെ ദേവയാനി നോക്കുക. എന്താ ഇതൊക്കെ നിൻ്റെ മരുന്നല്ലേ? ഏയ്, ഇതൊന്നും എൻ്റെ അല്ലടി, എൻ്റെ മരുമകളുടെയാണ്. അത് ഞാൻ കഴിക്കുന്ന മരുന്ന് തന്നെയാണ് അവളും കഴിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്കറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്. അത് കേട്ടതും അതെന്തിനാന്ന് നിനക്ക് നിൻ്റെ മരുമകളോട് ചോദിച്ചാൽ പോരെ? നിനക്കറിയാലോ അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് എങ്ങനെയാണെന്ന്. അപ്പം പിന്നെ ഞാൻ എന്തിനാ അവളോട് ചോദിക്കുന്നത്? അത് കേട്ടതും നിനക്കിപ്പോഴും നിൻ്റെ മരുമകളോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ? ഏയ് ഇല്ല, അത് ഈ ജന്മത്ത് മാറില്ല. അവളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ശരി, ഞാൻ നോക്കി പറയാം എന്നൊക്കെ പറയാം. അപ്പോൾ ദേവേനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളാണ് എനിക്ക് കരൾ തന്നെങ്കിൽ ഉറപ്പായിട്ടും അവളെ അംഗീകരിച്ചേ മതിയാവും. അവൾ എൻ്റെ മരുമകളായിരിക്കില്ല, മകളായിരിക്കും. അതെ, എനിക്ക് തെറ്റ് പറ്റിയത്. അവളെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോഴും അവളെന്നെ കരൾ തന്ന് സഹായിക്കുമ്പോഴും ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന മരുമകളാണ് എന്നെ സഹായിച്ചതെന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ പിന്നാലെ ഓടി നടക്കുമായിരുന്നു. അതെ, അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സ്വന്തവും ബന്ധവും പോലും ചെയ്യാത്ത കാര്യമാണ് പുറത്തുനിന്ന് ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു പോയല്ലോ. ഈശ്വര, എന്തായിരിക്കും റിസൾട്ട്? അവളായിരിക്കും എനിക്ക് കരൾ വന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനിക്കാകെ ടെൻഷനായി. ഈ സമയം പിന്നീട് ദേവേനി വീട്ടിലേക്ക് പോയി. അങ്ങനെ കൂട്ടുകാരി നന്നായിട്ട് അതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാരിക്ക് എല്ലാ ഇതും കിട്ടി. അപ്പോൾ ആദർശാണെങ്കിലും ഭയങ്കര ടെൻഷൻ എടുക്കുക. അപ്പോൾ ദേവേനി വീണ്ടും ആദർശിൻ്റെ അടുത്തേക്കല്ലേ, എടാ മോനെ, നീ എന്താടാ എന്നോട് പറയാത്തത്? ആ പെൺകുട്ടി എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞേ? അത് കേട്ടതും അത് പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അവർ സ്ഥലത്തില്ല, പിന്നെ എങ്ങനെ അവരെ കാണാൻ കഴിയുന്നേ? എനിക്ക് അവരെ കണ്ടേ മതിയാവൂ. ആ പെൺകുട്ടിയെ കണ്ട് അതിനോട് എനിക്ക് നന്ദി പറയണം. ഒരാൾ സഹായിച്ചു. ആ സഹായിച്ചത് ആരാണെന്ന് ആ സഹായം ഏറ്റുവാങ്ങിയ ആള് ആഗ്രഹിക്കൂലടാ. അത്രേ എനിക്കുള്ളൂ. എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണം. പറ മോനെ. അത് കേട്ടതും പറയാം അമ്മേ, എന്തായാലും അതിനുള്ളൊരു സമയം വരട്ടെ, ഞാൻ എല്ലാം പറയാം, അമ്മ പേടിക്കാതെ. അപ്പോൾ ദേവയാനി ചോദിക്കുക, നീ എന്താ അവളെ കൂട്ടിക്കൊണ്ടുവരാത്തത്? അത് കേട്ടതും അല്ലമ്മേ, അവൾ പറഞ്ഞു അമ്മ വിളിക്കാതെ വരില്ലെന്ന്. സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്തിനാണ് വിളിക്കുന്നത്? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വരും, നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ വരും, അത്രയേ ഉള്ളൂ. ഞാൻ എന്തിനാ വെറുതെ അവളെ പോയി വിളിക്കുന്നേ? ഞാൻ അവളുടെ മുൻപിൽ താന്നു കൊടുക്കണമെന്നാണ് നീ പറയുന്നത്? അല്ലമ്മേ, അവളെ അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടത് തന്നെ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. അമ്മ അങ്ങനെ ചെയ്യിച്ചത് അതിനു വേണ്ടിയാണെന്നറിയാം. അച്ഛൻ്റെയും എല്ലാവരുടെയും മിക്കവരുടെയും അസുഖം മാറാൻ വേണ്ടി അങ്ങനെ ചെയ്യിച്ചത്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അത് കേട്ടത് മിക്കവരൊന്നുമില്ല, മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ അസുഖക്കാരനായിട്ട്. പിന്നെ ആരാ അസുഖക്കാരനായിട്ടുള്ളത്? അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈശ്വര, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ തെറ്റാ. ഞാൻ അവളെ മനസ്സിലാക്കിയില്ല ദൈവമേ. എൻ്റെ മോന് ഒരിക്കലും അർഹിക്കാത്ത ബന്ധമാണ് കിട്ടിയതെന്നാണ് ഞാൻ കരുതിയത്. നയന, അവളെ ഒരിക്കലും എൻ്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എനിക്ക് തെറ്റുപറ്റിയോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം അമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, നിൻ്റെ അച്ഛനും നീയും മുത്തശ്ശനും ഒന്നും എന്നെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല ആ കുട്ടി ആരാണെന്ന്. ആ കുട്ടിയെ ഞാനൊന്ന് കണ്ടാലുണ്ടല്ലോ, അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് ഉമ്മ കൊടുക്കും, അവളെ ഞാൻ ചേർത്ത് പിടിക്കും, അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറയുക. എൻ്റെ അമ്മേ, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. നമ്മളെക്കാളൊക്കെ പണക്കാരാ. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ആരും തൊടുന്നതോ പിടിക്കുന്നതൊന്നും ഇഷ്ടമില്ലമ്മേ. അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അത് കേട്ടതും അതെ അമ്മേ, അതുകൊണ്ട് വെറുതെ അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇവിടെ നിന്നാൽ പോരെ? അവർ എപ്പോഴെങ്കിലും സഹായം ചോദിച്ചു വരുവാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. എനിക്ക് ആ കുട്ടിയെ കാണാതെ ഒരു സമാധാനം ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി മുറിയിലേക്ക് പോവുക. ഇതൊക്കെ എൻ്റെ അഭിനയം മാത്രമാടാ, നിന്നെ പ്രസവിച്ചത് ഞാനാ.
അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്താ പിടിക്കും ഞാൻ, കുറച്ച് സമയം മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയുടെ കൂട്ടുകാരി ഫോൺ വിളിക്കുകയാണ്. കൂട്ടുകാരി വിളിച്ചത്, ഹലോ ദേവയാനി, എന്തായി അതെന്തിനുള്ള മരുന്നാ? അതൊക്കെ കരള് മാറ്റി വെച്ചതിൻ്റെ എന്തിൻ്റെ മരുന്നാടി? ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലായത്. കരള് മാറ്റി വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഇതാണത്. ഒരു കരളുള്ള കരളിൻ്റെ ഇത് മാറ്റാനായിട്ടുള്ള മരുന്ന്, അതിനു വേണ്ടിയാണ് കഴിക്കുന്നത്. അത് കേട്ടതും, അപ്പോൾ ഞാൻ കഴിക്കുന്നത് തന്നെയാണല്ലോ, നിനക്ക് കരളുടെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ, അതേ ഓപ്പറേഷൻ തന്നെ ആ കുട്ടിക്കും കഴിഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും, അവളെന്തിനാ കരളുടെ ഓപ്പറേഷൻ കഴിഞ്ഞത്? അത് പറഞ്ഞല്ലോ, കരളായിരിക്കും മാറ്റി വെച്ചിരിക്കുക. ഇനി നിനക്കാണോ ദേവയാനി? അത് കേട്ടതും, ഈശ്വര എനിക്കോ? അതെ, ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും നിൻ്റെ ഗ്രൂപ്പും ഒന്ന് തന്നെയാണ്. അത് കേട്ടതും ദേവയാനിക്ക് തൻ്റെ മനസ്സിനെ ആകെ ഒന്ന് ശാന്തമാക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണ്? നയനയോടുള്ള ദേഷ്യം കൊണ്ടല്ല, നയനയോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദേവയാനി പൊട്ടിക്കരഞ്ഞു. ശരിയടി, എന്നാൽ ഞാൻ പിന്നെ നിന്നെ വിളിക്കാം. ശരി ദേവയാനി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് ദേവയാനി ഒരുപാട് കരയുക. ഈശ്വര, അവളാണോ എന്നെ സഹായിച്ചത്? അങ്ങനെയെങ്കിൽ ഞാൻ അവളോട് കാണിക്കുന്നത് ക്രൂരതയല്ലേ? വേറെ പെൺകുട്ടികളെ ഞാൻ അന്വേഷിച്ച് നടക്കുക. എനിക്ക് കരള് തന്നത് ആരാണെന്നറിയാൻ. എന്നിട്ടും എനിക്ക് കരള് തന്ന പെൺകുട്ടി എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ. അവളെ ഞാൻ ഒരുപാട് തള്ളിപ്പറഞ്ഞു, അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു വാക്ക് പോലും അവൾ എന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല. നയന ജലജയോട് സംസാരിക്കുന്ന പോലെ പോലും അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും തലയും കുനിച്ചു നിന്ന് അതെല്ലാം കേൾക്കും. ഞാൻ അടിച്ചാലും അത് കൊള്ളും. അങ്ങനെയുള്ളൊരു മരുമകളെയാണല്ലോ ദൈവമേ ഞാൻ തള്ളിക്കളഞ്ഞത്. അതെ, അച്ഛനും ജയേട്ടനും അമ്മയും ഒക്കെ പറയുന്നത് സത്യ. ഇതുപോലൊരു മരുമകളെ കിട്ടാൻ മഷിയിട്ട് നോക്കിയാൽ പോലും പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കിട്ടി, ദൈവങ്ങൾ എനിക്ക് തന്നു. എൻ്റെ മോൻ്റെ നന്മ കാരണവും എൻ്റെ നന്മ കാരണമാണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരു മരുമകളെ കിട്ടിയിട്ടും അവളെക്കുറിച്ച് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്തായാലും ഇനി അവളെ തിരിച്ചു കൊണ്ടുവരണം. ആദർശിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അവർ രണ്ടുപേരും ഒന്നിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. എന്നെപ്പോലെ സുഖമില്ലാത്ത എൻ്റെ മരുമോളെ ഞാനിവിടെ പൊന്നു പോലെ നോക്കണം, അല്ല എൻ്റെ മകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുക. ഈ സമയം നമ്മുടെ ദേവയാനി കാലത്തെഴുന്നേറ്റു കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശനൊക്കെ ചോദിക്കുക, ഇതെന്താ ദേവയാനി, നീ ഡെയിലി ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ടല്ലോ, എവിടേക്കാണ് താനീ പോകുന്നേ? അത് കേട്ടതും, അത് പിന്നെ അച്ഛാ എനിക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം. എന്നാൽ പിന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോ. അതൊന്നും വേണ്ടച്ചാ, ഡ്രൈവറുണ്ടല്ലോ, ഞാനും ഡ്രൈവറും കൂടെ പോയിക്കോളാം, അച്ഛനും വയ്യാത്തതല്ലേ, അച്ഛനോട് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവുക. എന്നിട്ട് അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റ്. ആ തെറ്റിനൊക്കെയുള്ള തിരിച്ചടിയാണോ നീ എനിക്ക് തന്നെ, വലിയ ശിക്ഷയാണ് നീ എനിക്ക് തന്നത്. എൻ്റെ കരൾ തകരാറിലായി, അത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദനിപ്പിച്ച ആ കുട്ടി തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, എൻ്റെ ജീവൻ നിലനിർത്താനും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളോട് ചെയ്ത ക്രൂരതയെല്ലാം എനിക്ക് തിരിച്ചടിയാവുകയാണല്ലോ. ഞാൻ അവളോട് ഇനി എത്ര മാപ്പ് പറഞ്ഞാലും അതിനൊന്നും ഒരു പരിഹാരമാവില്ല. ഇനി ആകെയുള്ളൊരു പരിഹാരം ജീവിതകാലം മുഴുവനും സ്വന്തം മകളെ പോലെ അവളെ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. ആരെങ്കിലും എന്തെങ്കിലും അവളെ പറഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കണം. അതേ പറ്റൂ, അത് മാത്രമേ എന്നെ കൊണ്ട് കഴിയൂ. ഈശ്വര, ഇതിനേക്കാളും വലിയ ശിക്ഷ എനിക്ക് നീ തരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിൽ നിന്ന് കരയുക. അപ്പോൾ അവളാണ് എനിക്ക് കരൾ തന്നതല്ലേ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്നാലും ആ സംശയം പൂർത്തിയാക്കാനാണ് ഞാൻ ഇത്രയൊക്കെ ഓടി നടന്നത്. എന്തായാലും എല്ലാം മനസ്സിലായി. ഞാൻ ഭാഗ്യം ചെയ്തവളാണ്. അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടിയ ഞാൻ പുണ്യവതിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ ഒന്ന് കരയുക. ഈ സമയം ആദർശിനെ വിളിച്ച് മുത്തശ്ശൻ, എടാ നിൻ്റെ അമ്മ കാലത്തെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. അയ്യോ, മുത്തശ്ശൻ എന്തിനാ അമ്മയെ വിട്ടത്? എന്ത് ചെയ്യാനാടാ, നിൻ്റെ അമ്മയ്ക്ക് ഒരേ വാശിയല്ലേ, ഒറ്റയ്ക്ക് തന്നെ പോകുള്ളൂ. എൻ്റെ മുത്തശ്ശ ഒറ്റയ്ക്ക് പോകുന്നുള്ളതെന്ന് അമ്മ വാശി പിടിച്ചെങ്കിൽ അമ്മ പോയത് ക്ഷേത്രത്തിലേക്കല്ല, പിന്നെ എങ്ങോട്ടാ?
ആ പെൺകുട്ടി അന്വേഷിച്ച അമ്മ ഏതു നേരം ഇപ്പം ആ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുക. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ചോദിച്ചു എന്ന്. എൻ്റെ ദൈവം, ഇനിയിപ്പോൾ എന്താണ് മക്കളെ ചെയ്യുന്നത്? എനിക്കറിയില്ല മുത്തശ്ശ എന്ത് ചെയ്യണമെന്ന്. എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ച നയനയാണിത് ചെയ്തതെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ഇനി സ്നേഹമാവോ? ഒന്നും അറിയില്ല. എല്ലാം കൂടെ ഓർക്കുമ്പോൾ മനസ്സിന് പേടി തോന്നുമോ മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കുക. അമ്മയെ വിളിക്കുക. പക്ഷെ ദേവയാനിയാണെങ്കിൽ ആദർശിന് വലിയൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണല്ലോ പോയിരിക്കുന്നത്. ഈ സമയം ദേവയാനി നേരെ ചെല്ലുന്നത് നയനയുടെ അടുത്തേക്കാണ്. അങ്ങനെ നയനയുടെ വീട്ടിൽ കാറ് വന്നതും ആദർശമോ വന്നു എന്നാണ് തോന്നുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങനെ നോക്കണം. അപ്പോഴാണ് ദേവയാനിയെ കണ്ടതും ഈശ്വര, അമ്മേ ഞാൻ അകത്തുണ്ടാവും. അമ്മ ഞാൻ കിടക്കുമെന്നോ മറ്റോ പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിട്ടരെ. എന്നെ അങ്ങനെ അമ്മ കണ്ട പണിയാവും. മോളെ ഞങ്ങളെന്ത് പറയാനാ? അല്ല അവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ അസുഖമായിട്ട് കിടക്കുവാണെന്നല്ലേ പറഞ്ഞത്. അപ്പം എന്താ അസുഖം എന്നറിയാൻ വേണ്ടി വരുന്നതായിരിക്കും. ഈശ്വര പേടിയാവുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ഞാൻ ഓടിപ്പോയി കിടക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ദേവയാനി വരിക. വാ ആദർശുമ്മൻ്റെ അമ്മ അകത്തേക്ക് വാ എന്നും പറയുകയാണ്. അത് കേട്ടതും ദേവയാനി അകത്തേക്ക് വന്നതും ഞാൻ നയനെ ഒന്ന് കാണാൻ വന്നതാ. അവൾക്ക് വയ്യാന്ന് പറയുന്നത് കേട്ടല്ലോ. ഏതു നേരവും അവൾക്ക് വയ്യായികയാണോ? അല്ല എന്താ അവളുടെ അസുഖം? അത് കേട്ടതും അന്ന് പറഞ്ഞല്ലോ പനിയാണെന്ന്. പനി വന്ന് തളർന്നു പോയായിരുന്നു. പിന്നെ കുറച്ച് രക്തക്കുറവൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും രക്തം കൊടുത്തായിരുന്നോ? അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല അവള് വന്ന് താങ്ങിപ്പിടിച്ച് വരുന്നത് കണ്ടു. എന്താ അത്? അവൾക്ക് വല്ല ഓപ്പറേഷനും കഴിഞ്ഞോ? അവൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നുണ പറയണ്ട. എന്തിനാ എന്നോട് ഇങ്ങനെ നുണ പറയുന്നേ? എനിക്ക് അവളെ കാണണം എന്നും ദേവയാനി. അത് കേട്ടതും അവൾ വയ്യാതെ കിടക്കുക. അവൾ കിടന്നോട്ടെ, മോളെ വഴക്ക് പറയാനായിട്ട് അങ്ങോട്ട് പോകണ്ട. എന്താ അവളുടെ അമ്മായിയമ്മ എന്ന നിലയിൽ എനിക്ക് അവളെ കാണാൻ പാടില്ല എന്നാണോ എന്നും ചോദിക്കുകയാണ് ദേവയാനി. അത് കേട്ടതും അയ്യോ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയരുത്. ഒരമ്മ എന്ന സ്ഥിതിക്ക് എനിക്കത് താങ്ങാൻ കഴിയില്ല. എൻ്റെ മോളായിരുന്നു ഈ വീടിൻ്റെ താങ്ങും തണലും. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നത് എനിക്ക് കാണാൻ വയ്യ. അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഞങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി, വന്നു കയറിയ കുടുംബത്തിനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അവളെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആദർശമോൻ്റെ അമ്മ. അത് കേട്ടതും എന്തൊക്കെയായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അകത്തേക്ക് ചെല്ലുക. ഈ സമയം നയന കിടക്കനോടത്തൊന്ന് ചാടി എഴുന്നേറ്റു. അമ്മ എന്താ വന്നേ? എന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ല എന്നാണോ? ഇത് എൻ്റെ മോനെടുത്ത് വന്ന വീടല്ലേ എന്നും ദേവയാനി കടുപ്പിച്ച സ്വരത്തിൽ. അത് കേട്ടതും ഈശ്വര, അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണോ? നിനക്കെന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. തളർച്ച മാത്രമേ ഉള്ളൂ, ക്ഷീണവും. അത് കേട്ടതും ആദർശ് വിളിച്ചിട്ട് നീ എന്താ അങ്ങോട്ട് വരാതിരുന്നേ? അവനാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ലാണ്ട് എന്നോട് ഒന്ന് പറയുക നിന്നെ വിളിക്കാൻ. എന്തായാലും എന്നോട് ചിലരൊക്കെ ചോദിച്ചു, മരുമക്കളെ സ്വന്തം മക്കളായിട്ട് സ്നേഹിച്ചൂടെ? എന്തിനാ മരുമക്കളായിട്ട് സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാമെന്ന്. പെട്ടെന്ന് റെഡിയാവും, പോകാം. അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ആത്മാർത്ഥതയോടെ പറയുന്നതാണോ അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ള അടവാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ വാക്ക് നയനയുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. നയന, സത്യമാണ് അമ്മേ പറയുന്നേ? നിന്നോടല്ലേ പറഞ്ഞത് വരാൻ എന്നും ദേവയാനി. അപ്പോൾ ആ മുഖത്ത് ദേഷ്യമൊന്നും ഉണ്ടായില്ല, സ്നേഹവും ആ മുഖത്ത് ആ ചെറിയൊരു പുഞ്ചിരിയും നമ്മുടെ നയന കണ്ടു. അത് നയനയെ ഒരുപാട് ആശ്വസിപ്പിച്ചു. സന്തോഷത്തോടെ നയന, ഞാൻ അനന്തപുരിയിലേക്ക് വന്നാൽ ശരിയാവില്ല. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയത് ഞാനാന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ എന്നൊക്കെ നമ്മുടെ നയന. അത് കേട്ടതും ദേവയാനിയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, പെട്ടെന്ന് റെഡിയാവും, പോകാം എന്നും പറയാ. അത് കേട്ടതും കനകയ്ക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ കനകയ്ക്ക് പേടിയുണ്ട്. ഈശ്വര, ഇവർ സ്നേഹം കാണിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ കനക പറയാതെ ആദർശമോൻ്റെ അമ്മ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുപോയാൽ പോരെ? വേണ്ട, മോനോട് പറഞ്ഞിട്ടില്ല. ഇവളെ കൊണ്ട് വീട്ടിൽ ചെന്നാൽ അവനൊരു സർപ്രൈസ് ആവും. പെട്ടെന്ന് റെഡിയാവാൻ പറ. അത് കേട്ടതും എന്നാൽ ശരി മോളെ, റെഡിയാവും എന്നും പറഞ്ഞ കനക. ഈ സമയം നയന സന്തോഷത്തോടെ റെഡിയാവുകയാണ്. അങ്ങനെ റെഡിയായി കഴിഞ്ഞതും നയന, ബാഗ് എടുത്തോ, ഇനി ഇത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എപ്പോഴെങ്കിലും ഇടയ്ക്ക് വന്ന് കാണാൻ തോന്നുമ്പോൾ ഒന്ന് കണ്ടാൽ മതി. യാത്രയൊന്നും അധികം പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ നയന, എനിക്ക് യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലമ്മേ. സാരമില്ല,
വയ്യാതിരിക്കുമല്ലേ, അതുകൊണ്ട് അധികം യാത്രയൊന്നും വേണ്ട എന്നും പറയാണ്. അങ്ങനെ നയന അങ്ങനെ പതുക്കെ ആ ബാഗും പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ നോക്കുക. ഈ സമയം ദേവയാനി നയനയുടെ കയ്യിൽ പിടിച്ചു. ഒരമ്മയുടെ സ്നേഹവും കരുതലും ആ കയ്യിൽ പിടിക്കുന്നതിലുണ്ടായിരുന്നു. അത് കണ്ടതും നയന പതുക്കെ ഒന്ന് കനകയെ തിരിഞ്ഞു നോക്കി. കനക ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു. ഈശ്വര, എൻ്റെ മോളുടെ മുഖത്ത് പോലും നോക്കാത്ത അമ്മായിയമ്മ ഇന്ന് എൻ്റെ മോളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ? ഇനി അവർ സത്യങ്ങൾ അറിഞ്ഞോ? അങ്ങനെ അറിഞ്ഞെങ്കിൽ നന്നായി. എൻ്റെ മോൾക്ക് ഇനിയെങ്കിലും നല്ലൊരു സന്തോഷകരമായ ജീവിതം അനന്തപുരിയിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.